അപ്പോൾ നമ്മൾ അന്ന് മാറ്റി നട്ടേർന്ന വഴുതനങ്ങ എല്ലാം മുളച്ചൊരു പരിവായുണ്ട് കേട്ടോ. വഴുതനയുടെ വിത്താണ് മൊത്തം. നമുക്ക് തൈ മാറ്റി നടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈ ഓരോന്നും ഓരോ കവറിലേക്ക് മാറ്റിയിടാൻ പോകണം കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോഴി ശല്യം കൂടുതലാണ്, മൊത്തം കോഴി തിന്ന് തീർക്കും. ഇങ്ങനെ ഉണ്ടായിക്കണ തൈ എല്ലാം കോഴി തിന്നാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ, നമ്മളൊരു 100ഓളം എണ്ണം പാകിയതാണ്. ഒരു വഴുതനങ്ങ മൊത്തം നമ്മൾ പാകിയതാണ്. പക്ഷേ നമുക്ക് ഈ അടച്ച മഴയൊക്കെ ആയതുകൊണ്ട് ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ കിട്ടിയേക്കണ നല്ല കരുത്തുള്ള തൈകളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു വേറെ കവറിലേക്ക് മാറ്റിയിട്ട് വലയിട്ടൊന്ന് മൂടണം. ഏകദേശം ഒരു അത്യാവശ്യം നല്ലൊരു വലിപ്പം ആവണ വരെ നമുക്കൊന്ന് നന്നായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ മൊത്തം കോഴി തിന്ന് കളയും. ഇവിടെയാണെങ്കിൽ ഫുള്ള് കോഴിയുടെ ശല്യമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കവറിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് നമ്മൾ സാധാ കവർ തന്നെ ഉപയോഗിച്ചേക്കണേ. ഏകദേശം ഒരു 15ഓളം തൈ നമുക്കെല്ലാം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളൊരു 8 കവറിലാണ് നമ്മൾ നട്ടേക്കണേ. അപ്പോൾ ചിലതൊക്കെ നല്ല കരുത്തുള്ള തൈ തന്നെയാണ്, പിടിച്ച് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണേ. ഇപ്പം മഴ കാരണം ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ വലുതായി കഴിയുമ്പോൾ നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റും.